ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം. എന്താ ക്യാരക്ടറിസ്റ്റിക്സ് ലേണിംഗ് എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. ലൈഫ് ലോങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് ആണ്, യൂണിവേഴ്സൽ ആണ്. എല്ലാവരും ലേൺ ചെയ്യുന്നില്ലേ? ഉണ്ട്. സോ ലേണിംഗ് ആസ് എ യൂണിവേഴ്സൽ പ്രോസസ്. പിന്നെ എന്താണ്? പെർപ്പസീവ് ആണ്, ഒരു പെർപ്പസ് ഓറിയന്റഡ് ആണ് ലേണിംഗ്. പിന്നെ എന്താണ്? ഇറ്റ് ലീഡ്സ് ടു ഡെവലപ്മെന്റ്. ഒരു പേഴ്സണൽ ലെവലില്, സൊസൈറ്റിയൽ ലെവലില് എല്ലാം എന്തുണ്ട്? ലേണിംഗ് കാരണം ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. അല്ലെ, ഡെവലപ്പ് ചെയ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ പെർഫോമൻസിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് കണ്ടിജന്റ് അപ്പോൺ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ബേസ്ഡ് ആണല്ലോ നമ്മുടെ ലേണിംഗ് എല്ലാം നടക്കുന്നത്, അല്ലെ. ലേണിംഗ് ഈസ് ഡിപെൻഡന്റ് ഓൺ ഓർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്താണ്? എ പേഴ്സൺസ് എക്സ്പീരിയൻസിൽ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഫിസിക്കലി, ഇമോഷണലി ആൻഡ് കോഗ്നിറ്റീവ്ലി അറ്റാച്ച്ഡ് ടു എ പേഴ്സൺ. ലേണിംഗ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഒരു പേഴ്സണെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ലേണിംഗ് ഈസ് മൾട്ടിപ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റീവ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ചേർത്ത് വെക്കാനും ശ്രമിക്കും, അത് ഇൻക്രീസ് ചെയ്യാനും ശ്രമിക്കും. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്. പിന്നെ നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നോക്കാം. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ലേണിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്ന്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? മോട്ടിവേഷൻ. നല്ലതായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണർ ആണെങ്കിൽ എന്ത് ചെയ്യും? നന്നായിട്ട് ലേൺ ചെയ്യും, അല്ലേ. ലേണിംഗിന്റെ ഇഫക്റ്റീവ്നെസ് എന്തായിരിക്കും? നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്? അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഇല്ലാതെ ലേൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ആ പേഴ്സൺ എന്ത് ചെയ്യണം? നല്ല അറ്റൻഷനും കോൺസെൻട്രേഷനും വേണം, എന്നാലേ റിറ്റൻഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവുള്ളൂ. പിന്നെ പ്രീവിയസ് നോളജ് വേണം. prior knowledge serves as a foundation for acquiring new information. So previous knowledge വേണം, പിന്നെ ലേൺ ചെയ്യാനുള്ള നല്ല എൻവയോൺമെന്റ് വേണം, പിന്നെ നമുക്ക് കോഗ്നേറ്റീവ് എബിലിറ്റീസ് വേണം, അല്ലേ. നമുക്ക് മെമ്മറി വേണം, ഇന്റലിജൻസ് വേണം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം. പിന്നെ എന്താ വേണ്ടത്? ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സും ലേണിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വലിയ സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് പോരാ, അങ്ങനെയാണെങ്കിൽ ലേണിംഗ് എങ്ങനെയാണ്? ലേണിംഗ് ഒക്കെ ചെയ്യാൻ പാടാണ്. എന്നാൽ നല്ല ഇമോഷണലി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലേണിംഗ് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്സ് ലേണിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്സ് മോട്ടിവേറ്റ്സ് ദ ലേണർ. സോ അങ്ങനെ ആകുമ്പോൾ എന്തായി? ലേണർ കുറച്ചുകൂടെ നന്നായിട്ട് ലേണിംഗ് ഔട്ട്കംസ് തരാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതേ ഫാക്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഈ ഹെഡിങ്ങിൽ ഒന്നും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് എഴുതാം. അതായത് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് വേറെ ആയിട്ട് പറയാം. എന്തൊക്കെയാ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്? പ്രയർ നോളജ് വേണം, കോഗ്നിറ്റീവ് എബിലിറ്റി വേണം, നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഏതൊക്കെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതി പഠിക്കാൻ പറയും, അല്ലേ. കേട്ട് മാത്രം, വായിച്ചു മാത്രം പഠിക്കാതെ എഴുതി പഠിക്കാൻ പറയും. അതായത് നമ്മൾ മോർ സെൻസസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ലേണിംഗ് എന്തായി? കൂടും, അല്ലേ. അപ്പൊ ആ ഒരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ എന്താണ്? മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെല്ലാം എന്താണ്? കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. അതേപോലെ ഇമോഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം, പിന്നെ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് എന്ത് വേണം? കുറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ലേണിംഗ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ചുറ്റുമുള്ള ക്ലാസ് റൂമിന്റെ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്ട്രാക്ടിങ് എൻവയോൺമെന്റ് ആണെങ്കിൽ എന്താണ്? ലേണിംഗ് നടക്കാൻ പാടാണ്. പിന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരുമിച്ചുള്ള പഠിത്തം, അല്ലേ. ഇന്ററാക്ഷനിലൂടെയും ഐഡിയ ഷെയറിംഗിലൂടെയും അതെന്ത് ചെയ്യും? അത് കുറച്ചുകൂടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും. പിന്നെ ചിലരുണ്ട് ഒറ്റയ്ക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്നവര്, നന്നായിട്ട് മനസ്സിലാക്കി ആ ഒരു എന്താ പറയാ ശാന്തതയിൽ ഇരുന്ന് പഠിക്കുന്നത്, അല്ലേ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. സോ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലേണിങ്ങിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ലേണിംഗ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്, അല്ലേ. ലേണിംഗ് ഈസ് എ കോംപ്ലക്സ് കണ്ടിന്യൂസ് ഓൺ ഗോയിങ് പ്രോസസ്. പിന്നെ എന്താണ്? മെനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഹൗ വി ലേൺ. പല ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ഫാക്ടേഴ്സ് ആൻഡ് യൂസ് ദം ഇൻ എ അഡ്വാൻറ്റേജ്. അതായത് ഈ ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുട്ടികളെ എങ്ങനെയാണ് ലേൺ ചെയ്യിക്കേണ്ടതെന്ന് decide ചെയ്യാൻ പറ്റുള്ളൂ. So this is a very important factor which decides how we are going to take our classes. Okay, so this is about learning.